അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. വേദിയിൽ ഉപവിഷ്ടരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പാറന്നൂർ PP മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ജീവിതം കർമ്മസാഫല്യത്തിൻ്റെ അത്യുജ്വലമായ 1000 മിനിറ്റുകൾ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച ആ വലിയ മനുഷ്യൻ അള്ളാഹു ജീവിതത്തിൽ വളരെ ആളുകൾക്കാണ് ജീവിതം മുഴുവനും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള സൗഭാഗ്യം നൽകിയിരിക്കുന്നത്. ഫഫുസ് ബിഇൽമിൻ തഇശ് ഹയ്യൻ ബിഹി അബദാ അന്നാസ് മൗതാ വഅഹ്ലുൽ ഇൽമി അഹ്യാഉ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വിജ്ഞാനം എന്ന് പറയുന്ന അള്ളാഹു നൽകിയ അനുഗ്രഹം കൊണ്ട് മരിച്ചാലും മരിക്കാതെ ജീവിക്കുന്ന ചില വ്യക്തിത്വങ്ങളുടെ സ്വഭാവം വിശദീകരിക്കപ്പെടുകയാണ്. അള്ളാഹു നൽകിയ ആ ഒരു വലിയ അനുഗ്രഹം സമൂഹത്തിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിനെ സ്മരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു വേദിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഏറ്റവും ശക്തമായ പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കാൻ അന്ന് നേതാക്കന്മാർ കുറഞ്ഞുപോയ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അത്രയും ധൈര്യമായി വിരുമാറ് കാണിച്ച് നെഞ്ചുറപ്പോടെ ഈ സമൂഹത്തിന്റെ പിന്നിലേക്ക് ടോർച്ചടിച്ച് അവരെ നയിക്കാനുള്ള ആ ഒരു ത്രാണിത്വം കാണിച്ച അപൂർവം ചിലരിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ്. നമുക്കറിയാം, ആ PP ഉസ്താദിന്റെ സ്മരണകൾ ഈ കേരളീയ മുസ്ലിം സമൂഹത്തിൽ സുന്നി പ്രസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിലും ജ്വലിച്ചു നിൽക്കുകയാണ്. മർക്കസും സിറാജും ബൈത്തുൽ ഇസ്സയും എന്ന് മാത്രമല്ല, കേരളത്തിലെ സുന്നി പ്രസ്ഥാനം അത് ഏതെല്ലാം മേഖലകളിൽ അതിന്റെ സേവന മുന്നേറ്റങ്ങളുമായി പ്രയാണം തുടരുന്നുണ്ടോ അതിലെല്ലാം പാറന്നൂർ ഉസ്താദ് തന്റെ സാന്നിധ്യം വളരെ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. ആവശ്യമായ സ്ഥലത്ത് ദീനിന്റെ രംഗത്ത് ശക്തമായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും പ്രകമ്പനം കൊള്ളുകയും ചെയ്ത നേതാവായിരുന്നു ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ്. അതേപോലെ തന്നെ വളരെ ശക്തമായ ചില സന്ദർഭത്തിൽ ആ സന്ദർഭങ്ങളെ വളരെയധികം ലോലമാക്കി മഞ്ഞുരുക്കിക്കളയുന്ന ആ ഒരു സ്വഭാവവും ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് ഉണ്ടായിരുന്നു. ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടും, ദേഷ്യപ്പെടുന്ന ആളുകളെ ദേഷ്യം ഒതുക്കി ചിരിപ്പിച്ച് തന്റെ വശ്യമായ ശൈലിയിൽ ഇരുത്തിക്കളയുന്ന ഒരു സ്വഭാവം PP ഉസ്താദിനുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്ന ഒരു 10-15 കൊല്ലം മുമ്പ് കോഴിക്കോട് സിറ്റിയിൽ നമ്മുടെ SYSന്റെ സംസ്ഥാന നേതാക്കന്മാരുടെ ഒരു പര്യടനം കേരളം മുഴുവൻ നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട PP ഉസ്താദിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സിറ്റിയിൽ പര്യടനമെത്തി. മേഖലകളിലുള്ള ആ പര്യടനത്തിൽ കോഴിക്കോട് സിറ്റിയിൽ അന്ന് ബഹുമാനപ്പെട്ട AP അബ്ദുള്ള മുസ്ലിയാർ പ്രസിഡന്റും ഉമ്മർ സാഹിബ് സെക്രട്ടറിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പര്യടനം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ ബഹുമാനപ്പെട്ട PP ഉസ്താദ് വരുമ്പോൾ ആകെ 4, 5, 6, 10 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ആ ഉദ്ദേശിച്ച രൂപത്തിൽ അവിടെ കാര്യങ്ങൾ വിശദീകരിക്കാനോ അല്ലെങ്കിൽ അവിടെ സംഘടിപ്പിക്കപ്പെടാനോ സാധിക്കാത്ത ഒരു വിഷമം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും പരിപാടി കഴിഞ്ഞ് അബ്ദുള്ള മുസ്ലിയാരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ ഒരു വളരെയധികം ശോചനീയമായ ഈ അന്തരീക്ഷം കണ്ട് ബഹുമാനപ്പെട്ട ഉമ്മർ സാഹിബ് രാജിവെക്കാൻ വേണ്ടി ഒരുങ്ങിയ ഒരു സന്ദർഭമായിരുന്നു. ഞാൻ രാജിവെക്കാണ്. ഭയങ്കര ഉമ്മർ സാഹിബ് തന്റെ ആ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം കൊണ്ട് ഒരുങ്ങിയപ്പോ പാറന്നൂർ ഉസ്താദ് പറഞ്ഞു, ഉമ്മർ സാഹിബ് നിങ്ങളവിടെ ഇരിക്കി, അബ്ദുള്ള മുസ്ലിയാർ നല്ല ചായ ഇറച്ചും പൊറോട്ടൊക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് റാഹത്തായിട്ട് രാജിവെക്കാം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉമ്മർ സാഹിബിനെ അവിടെ പിടിച്ചവിടെ ഇരുത്തിയിട്ട് നല്ല കോഴിയും പൊറോട്ടൊക്കെ ഇട്ടുകൊടുത്ത് ഏകദേശം ഭക്ഷണം കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മർ സാഹിബ് രാജ്യം മറന്നുപോയി. എല്ലാവരും മറന്നു, എല്ലാവരും ചിരിച്ച് പിന്നെ അതോടുകൂടി ആ വികാരങ്ങളൊക്കെ തണുത്തുപോയി. ഇതാണ് ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് സന്ദർഭത്തിലും പ്രതികരിക്കേണ്ടിടത്ത് ശക്തമായി പ്രതികരിക്കുകയും അവിടെ അതിശക്തമായ പ്രകമ്പനം സൃഷ്ടിക്കുന്ന നിലക്ക് തീവ്രമായി പ്രസംഗിക്കുകയും ഇടപെടുകയും ചെയ്യുന്നു. അതേ അവസരത്തിൽ
എല്ലാവരും കൂടി ഭക്ഷ്യത്താകുമ്പോൾ അതിനെ തണുപ്പിക്കാനുള്ള മരുന്നും പി പി ഉസ്താദിന്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഈ സമൂഹത്തിന് ധീരമായ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് പി പി മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, അദ്ദേഹത്തിന് ജാടകളില്ലായിരുന്നു, അലങ്കാരങ്ങളില്ലായിരുന്നു, വേഷവിധാനങ്ങളിലോ അല്ലെങ്കിൽ ഉപചാരങ്ങളിലൊന്നും ആളുകളെ പൊട്ടീസാക്കുന്ന ഒരു ശൈലി അറിയില്ലായിരുന്നു. സമ്മേളനമൊക്കെ വരുമ്പോൾ എല്ലാവരും വലിയ കുപ്പായൊക്കെ ഇറങ്ങുമ്പോൾ പി പി ഉസ്താദ് തന്റെ പതിവ് ശൈലിയിലുള്ള ആ ഒരു ഡ്രസ്സായിരുന്നു പലപ്പോഴും ധരിക്കാറുണ്ടായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിനൊക്കെ പറയും, മർക്കസ് സമ്മേളനമൊക്കെ വരും, നിങ്ങളൊരു നല്ല കുപ്പായൊക്കെ നടണോ? ബഹുമാനപ്പെട്ട പി പി വരും, ഈ കോലത്തിൽ തന്നെ പെങ്ങനായിട്ട് നമുക്ക് നിൽക്കാൻ നേരമില്ല, പിന്നെ വലിയൊരു കുപ്പായം കൂടി ഇട്ടപ്പോ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ചെറിയ പുസ്തകം പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞാലും അതിനെ സരസമായി അതിനെ പറയാനുള്ള പ്രതികരിക്കാനുള്ള ഒരു നല്ല മനസ്സ്, അത് വലിയൊരു കഴിവാണ്. ശംസുലമയോട് പറഞ്ഞത് ബഹുമാനപ്പെട്ട ചെറിയ പുസ്തകം പറഞ്ഞല്ലോ, എന്താണ് കുട്ടികളെ തെറ്റ് വായിക്കുന്നു ചോദിച്ചപ്പോ, നിങ്ങളെ മുമ്പെന്നൊക്കെ വായിച്ചിട്ട് 3 തെറ്റല്ലേ സംഭവിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഇരുത്താനുള്ള ഒരു വലിയ കഴിവായിരുന്നു ബഹുമാനപ്പെട്ട പി പി ഉസ്താദിന് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള മഹാന്മാരായ ആളുകൾ ഈ പ്രസ്ഥാനത്തിന് പ്രതിസന്ധി ഘട്ടത്തിൽ വിരുമാറി കാണിച്ച് ഏത് ശത്രുവിന്റെ വാളും കുന്തവും അമ്പുമൊക്കെ എല്ലാം തട്ടിമാറ്റി നമുക്ക് മുന്നിൽ ബഹുമാനപ്പെട്ട പി പി ഉസ്താദ് രക്ഷാ കവചമായി മുന്നേറിയത് കൊണ്ടാണ് ഇന്ന് ഈ പ്രസ്ഥാനക്ക് എത്ര വളർന്നത്. പി പിയെ പോലുള്ള ഒരാള്, ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിനെ പോലുള്ള ആൾ മുമ്പിലില്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇന്ന് ഈ പിന്നണിയിൽ ഇത്ര ആളുകൾ ഉണ്ടാകുമായിരുന്നില്ല. അത്രയും നല്ല ഹിമ്മത്തുൽ റിജാൽ തഹ്ദിമുൽ ജിബാൽ എന്നല്ലേ, ആ പർവ്വതങ്ങളെ തകർക്കാൻ കഴിയുള്ള അത്രയും ശക്തമായ ആ മനക്കരുത്തിന്റെ ഉടമകൾ അവര് ധീരമായി നമുക്ക് നേതൃത്വം നൽകിയപ്പോഴാണ് ശത്രുക്കളുടെ എല്ലാ പ്രതിസന്ധികളെയും തട്ടിമാറ്റി നമ്മൾ മുന്നോട്ട് പോയത്. ഇന്ന് ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് ഉണ്ടായിരുന്നെങ്കിൽ, ഉണ്ടാകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ വിധിയാണ്. ഓരോരുത്തരും ഓരോ കാലയവനിക്കുള്ളിൽ നടന്നു പോകും. ഓരോരുത്തരും അവരുടെ കർമ്മമണ്ഡലങ്ങളെ സജീവമാക്കി അവരുടെ ആസാറുകളെ പിൻതലമുറക്ക് ബാക്കി വെച്ചുകൊണ്ട് യാത്ര പോകുമെന്ന് ലോകത്തുള്ള മനുഷ്യരുടെ ചരിത്രം വായിച്ചാൽ നമുക്കറിയാം. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട പി പി ഉസ്താദ് പോയെങ്കിലും അദ്ദേഹം ബാക്കി വെച്ച അടയാളങ്ങളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സിറാജ് പത്രവും മർക്കസു സഖാഫത്ത് സുന്നിയയും ബൈത്തുല്ലിസയും. ഈ കാണുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അതിശക്തമായ ഈ മുന്നേറ്റവും എന്നൊക്കെ നാം മനസ്സിലാക്കുക. ഇനിയും ഒരുപാട് പി പി ഉസ്താദുമാർ, ഒരുപാട് പാറന്നൂർ ഉസ്താദുമാർ, ആദർശശാലികൾ ഈ പ്രാസ്ഥാനിക രംഗത്ത് ഇവിടെ ജനിച്ചു വളരേണ്ടതുണ്ട്, നമ്മുടെ നേതൃനിരയിൽ ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബഹുമാനപ്പെട്ട പി പി ഉസ്താദിന്റെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ, മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു ഖർബിയായ ആലിമീങ്ങൾക്ക്, ധീരരായ ദീനിന്റെ ഖാദിമീങ്ങൾക്ക് നൽകുന്ന എല്ലാ സ്വർഗീയ സന്തോഷങ്ങളും അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.